ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. അബുൽ ഹസൻ അലി നദ്വി എഴുതിയൊരു കഥയാണ്. ദഹബ ഹാമിദുൻ ഇലൽ മദ്രസ, ഹാമിദ് സ്കൂളിലേക്ക് പോയി. യോമുസബ്തി, ശനിയാഴ്ച. ഫവജദ അന്ന സുദീഖഹു ഹുസൈനൻ മാ ഹളറ ഫിൽ മദ്രസ, തൻ്റെ കൂട്ടുകാരനായ ഹുസൈൻ സ്കൂളിൽ വന്നിട്ടില്ല എന്നവന് മനസ്സിലായി. ഫവജദ, അവൻ കണ്ടു, അവന് മനസ്സിലായി. അന്ന സ്വദീഖഹു ഹുസൈനൻ, തൻ്റെ കൂട്ടുകാരനായ ഹുസൈൻ മാ ഹളറൽ മദ്രസ, സ്കൂളിലെത്തിയിട്ടില്ല. ഫസഅല അഖാഹു അലിയൻ, അപ്പോൾ അവൻ അവൻ്റെ സഹോദരനായ ഹുസൈൻ്റെ സഹോദരനായ അലിയോട് ചോദിച്ചു. അനിസബബി, കാരണത്തെക്കുറിച്ച്, ഹുസൈൻ വരാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച്. ഫഖാല, അലി പറഞ്ഞു. ഇന്നഹു മഹ്മൂമുൻ ഫി യൗമിൽ ഖമീസ്, അവൻ വ്യാഴാഴ്ച രോഗബാധിതനാണ്, പനിബാധിതനാണ്. മഹ്മൂമ മീൻസ് പനിബാധിതനാണ്. വ്യാഴാഴ്ച മുതൽ പനി ബാധിച്ച് കിടക്കുകയാണ്. ഫഅസമ ഹാമിദുൻ അല അൻ യഊദഹു, അപ്പോൾ ഹാമിദ് അവനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഫിർ റുജൂഇ മിനൽ മദ്രസ, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ. ദഹബ ഹാമിദുൻ ഇലാ ബൈത്തി ഹുസൈൻ, ഹാമിദ് ഹുസൈൻ്റെ വീട്ടിലേക്ക് പോയി. ഫസല്ലമ വസ്തഅദന, സലാം ചൊല്ലി വീട്ടിലേക്ക് കയറാൻ അനുവാദം തേടി. ഇസ്തഅദന, അനുവാദം തേടി. ഫഖറജ അബു ഹുസൈൻ, അപ്പോൾ ഹുസൈൻ്റെ പിതാവ് പുറത്തേക്ക് വന്നു. ഖാല ഹാമിദ്, ഹാമിദ് പറഞ്ഞു അദ്ദേഹത്തോട്. ഇന്നി ഉരീദു അൻ അഊദ സ്വദീഖി ഹുസൈനൻ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഹുസൈനെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫഖദ് അഖ്ബറനി അലിയുൻ അന്നഹു മരീദുൻ, അവൻ രോഗിയാണെന്ന് അലി എന്നെ അറിയിച്ചിട്ടുണ്ട്. ഖാല അബൂഹു, പിതാവ് പറഞ്ഞു. നാം, അതെ. ഇന്നഹു അസാബത്തുഹു അൽ ഹുമ്മ, അവന് പനി ബാധിച്ചു. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച. വയുംകിനുക അൻ തഊദഹു, നിനക്കവനെ സന്ദർശിക്കാം. ദഖല ഹാമിദുൻ ഗുർഫത ഹുസൈൻ, ഹാമിദ് ഹുസൈൻ്റെ റൂമിലേക്ക് കയറി. ഫറഅ ഹുസൈനൻ മുൽത്തജിഅൻ, അപ്പോൾ ഹുസൈൻ കിടക്കുന്നതായിട്ട് കണ്ടു. ഫസല്ലമ അലൈഹി ബിലുത്ഫിൻ, സാവധാനം അവനോട് സലാം പറഞ്ഞു. വദന മിൻഹു, എന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് നീങ്ങി. വഖാല ലഹു, എന്നിട്ട് അവനോട് പറഞ്ഞു. കൈഫ ഹാലുക യാ അഖി, എന്താണ് സുഹൃത്തെ വിശേഷം, എന്താണ് അവസ്ഥ ഇപ്പോൾ? ആഫാഖ് അല്ലാഹു, അള്ളാഹു നിന്റെ അസുഖം മാറ്റിത്തരട്ടെ. ആഫാഖ് അല്ലാഹ്, അള്ളാഹു രോഗം ഭേദമാക്കട്ടെ, ശിഫ നൽകട്ടെ. ഖാല ഹുസൈൻ, ഹുസൈൻ പറഞ്ഞു. അസാബത്തിനി അൽ ഹുമ്മ, എനിക്ക് പനി ബാധിച്ചു യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച. വസാറത്ത് ഷദീദത്തൻ യൗമുൽ ജുമാഅത്തി, വെള്ളിയാഴ്ച അത് കഠിനമായി. വ ഖഫത്ത് ഫിൽ ലൈലി, രാത്രിയായപ്പോൾ കുറഞ്ഞു. ഖഫത്ത് കുറഞ്ഞു. വലാക്കിന്നി, പക്ഷേ അഷ്കു അസുദാ, വലാക്കിന്നി അഷ്കു അസുദാ, പക്ഷേ ഞാൻ തലവേദനയാൽ പ്രയാസപ്പെടുന്നുണ്ട്. വദ്ദുവാർ, അതേപോലെ തലകറക്കത്താലും, തലവേദനയും തലകറക്കവുമുണ്ട്. വഖദ് ലഅഫ്തു കസീറൻ, ഞാൻ ധാരാളം ക്ഷീണിച്ചു, ഒരുപാട് ക്ഷീണിച്ചു പോയി പനി വന്നതിന് ശേഷം. കഅന്നി മരീളുൻ മുൻദു അയ്യാമിൻ, ദിവസങ്ങളായിട്ട് ഞാൻ രോഗിയായതുപോലെയുണ്ട്, അത്രയും ശക്തമായ രോഗമാണ് വന്നിരിക്കുന്നത്. വല അസ്തഹിയ ത്വആമ, എനിക്ക് ഭക്ഷണം രുചികരമായി തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല. ഖാല ഹാമിദ്, ഹാമിദ് പറഞ്ഞു. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ രോഗം ഭേദമാക്കും. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നതൊരു പ്രയോഗമാണ്, രോഗിയോട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. വഹൽ ആദക ത്വബീബുൻ, ഡോക്ടർ നിന്നെ സന്ദർശിച്ചോ, ഡോക്ടർ വന്നോ? ഡോക്ടറൊക്കെ ഇങ്ങോട്ട് വരും. ഖാല ഹുസൈൻ, ഹുസൈൻ പറഞ്ഞു. നാം, അതെ. ഖദ് ആദ ത്വബീബുൻ അംസി, ഡോക്ടർ ഇന്നലെ വന്നിരുന്നു. വ മൗഇദുഹു അല്ലാൻ, ഇപ്പോൾ വരേണ്ട സമയമാണ്, ഇപ്പോൾ വരും. വലം യജ്ലിസ് ഹാമിദുൻ ഇല്ലാ ഖലീലൻ, ഹാമിദ് കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും ഹത്ത ഹളറ ത്വബീബ്, ഡോക്ടർ വന്നു. ഫ ജസ്സ യദ ഹുസൈനിൻ, ഹുസൈനിൻ്റെ പൾസ് പരിശോധിച്ചു. ജസ്സ യദ് മീൻസ് പൾസ് പരിശോധിച്ചു, അതായത് കൈ പിടിച്ചു എന്നാണ് ശരിയായ അർത്ഥം. കൈ പിടിച്ച് പൾസ് നോക്കി. വഖാസ അൽ ഹറാറത്ത്, അവൻ്റെ ചൂട് അളന്നു. ഖാസ അൽ ഹറാറത്ത് മീൻസ് ഹറാറത്ത്, ടെമ്പറേച്ചർ മെഷർ ചെയ്തു. വംതഹന സ്വദ്ര, നെഞ്ച് പരിശോധിച്ചു. ബിസ്സമാഅത്തി, സ്റ്റെതസ്കോപ്പ് കൊണ്ട്. വ അബ്ദ അൽ ഇർത്തിയാഹ, എന്നിട്ട് ആശ്വാസം പ്രകടിപ്പിച്ചു.
അബ്ദൽ ഇർത്തിയാഹ മീൻസ് ആശ്വാസം പ്രകടിപ്പിച്ചു. വഗയ്യറ ഫിൽ വസ്ഫത്തി ഖലീലൻ, പ്രിസ്ക്രിപ്ഷനിൽ ചെറിയ മാറ്റം വരുത്തി. കഴിഞ്ഞ ദിവസം കൊടുത്തതിനേക്കാൾ അല്പം ഡോസ് കുറഞ്ഞ ഗുളിക കൊടുത്തിട്ടുണ്ടാകും. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ബാരി ഉൻ ബിഹംദില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ രോഗം സുഖപ്പെട്ടു വരുന്നുണ്ട്. ഇന്നഹു ബാരി ഉൻ, രോഗം മാറി വരുന്നുണ്ട്. വ ഔസ അബാഹു, എന്നിട്ട് അദ്ദേഹം ഡോക്ടർ അവൻ്റെ പിതാവിനെ ഉപദേശിച്ചു. ബി അൻ യഹ്മിയ ഹുസൈനൻ, ഹുസൈനെ സംരക്ഷിക്കാൻ, മിനൽ മാ ഇൽ ബാരിദി, തണുത്ത വെള്ളത്തിൽ നിന്നും, വസൈത്തി, അതേപോലെ എണ്ണയിൽ നിന്നും. തണുത്ത വെള്ളം കൊണ്ട് കുളിക്കാൻ പാടില്ല, വസൈത്ത്, എണ്ണ തേക്കാൻ പാടില്ല. വൽ ഖുറൂജ് ഫിൽ ഹവായി, പുറത്തിറങ്ങാൻ പാടില്ല, കാറ്റിൽ ഇറങ്ങാൻ പാടില്ല. വത്തഅബി, ക്ഷീണിക്കാൻ പാടില്ല. വ അൻ യസ്ഖിയഹു അൽ ലബന, അവനെ പാല് കുടിപ്പിക്കണം. സഖാ മീൻസ് കുടിപ്പിച്ചു. വ മാ ഷഈരി, അതേപോലെ ബാർലി വെള്ളം കുടിപ്പിക്കണം, ഷൈർ ബാർലി. വ അസീർ അൽ ഫവാക്കിഹി, ഫ്രൂട്ട് ജ്യൂസ് കുടിപ്പിക്കണം, ജ്യൂസും പാലും ബാർലിയും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. വജലസ ഹാമിദുൻ ഖലീലൻ, ഹാമിദ് അല്പസമയം ഇരുന്നു. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ആയിദ ഇദാ അത്വാലൽ ജുലൂസ് ഇൻദൽ മരീദി, സന്ദർശകൻ രോഗിയുടെ അടുക്കൽ കൂടുതൽ നേരം ഇരുന്നാൽ, ഷഖ അലൈഹി വഅല അഹ്ലി ബൈത്തിഹി, അവനും, അതായത് രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാകും, പ്രയാസകരമാകും. ഫഅസ്തഅ്ദിനു വ അൻസരിഫു, അതുകൊണ്ട് ഞാൻ പോകട്ടെ. അസ്തഅ്ദിനു, ഞാൻ, വ അൻസരിഫു, അൻസരിഫു മീൻസ് പിരിഞ്ഞു പോകാൻ, ഞാൻ പിരിഞ്ഞു പോകാൻ അനുവാദം തേടുന്നു. അങ്ങനെ വ അഊദു ഇൻഷാ അല്ലാഹു ഗദൻ, ഇൻഷാ അല്ലാഹ് നാളെ വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാമിദ് അവിടെ നിന്നും പോയി. ഇതാണ് കഥ. തഅരീഫുൽ കാത്തിബ്, ഈ കാത്തിബിനെ കുറിച്ച്. എഴുത്തുകാരനായ അബുൽ ഹസൻ അലി അന്നദ്വി ആരാണ്? അബുൽ ഹസൻ അന്നദ്വി ആലിമുൻ ഹിന്ദിയുൻ മഷ്ഹൂറുൻ, പ്രശസ്തനായ ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്, ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. വദാഇയത്തുൻ, പ്രബോധകനാണ്. മുഫക്കിറുൻ, ചിന്തകനാണ്. വ അദീബുൻ, സാഹിത്യകാരനാണ്. മുറബിൻ, അധ്യാപകനാണ്. വഹുവ അവ്വലു റഈസിൻ ലി റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമി അൽ ആലമിയ, റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമി അൽ ആലമിയയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. ഇതൊരു ഇസ്ലാമിക് ലിറ്ററേച്ചറിന്റെ വേൾഡ് സംഘടനയാണത്. വലിദ ബി ഖറിയത്തി തഖിയ ബി മദീനത്തി റായ്ബറേലി, ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ തക്കിയ എന്ന പ്രദേശത്ത് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി വിലായത്ത് ഉത്തർപ്രദേശിലെ. സനത്ത 1913. ബാദ തഅല്ലുമിഹി അൽ ഖുർആനിൽ കരീം, ഖുർആൻ പഠിച്ചതിന് ശേഷം, തഅല്ലമ ലുഗത്തൈനിൽ ഉർദിയത്ത വൽ ഫാരിസിയത്ത, പേർഷ്യനും ഉറുദുവും അദ്ദേഹം പഠിച്ചു. സുമ്മ ഇൽതഹഖത ബി നദ്വത്തുൽ ഉലമാ, പിന്നെ നദ്വത്തുൽ ഉലമായിൽ ജോയിൻ ചെയ്തു. നദ്വത്തുൽ ഉലമ എന്നാൽ ഉത്തർപ്രദേശിലെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ പഠിച്ചു. സുമ്മ ബി ജാമിയത്ത് ലക്നോ, പിന്നെ ലക്നോ യൂണിവേഴ്സിറ്റിയിലും. ലിദ്ദിറാസത്തിൽ അറബിയ, അറബി പഠിക്കാൻ വേണ്ടി. വഹസല അല ഷഹാദത്ത് ഫാദിൽ അദബ്, ഫാദിൽ അദബ് ഡിഗ്രി അദ്ദേഹം കരസ്ഥമാക്കി, ഷഹാദത്ത് ഡിഗ്രി. ഫിലോത്തിൽ അറബിയത്ത് വാദാബിഹ, അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ നൽകപ്പെടുന്ന ഫാദിൽ അദബ് എന്ന ഡിഗ്രി അദ്ദേഹം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കി. ഉയ്യന മുദരിസൻ, അദ്ദേഹം അധ്യാപകനായി നിയമിക്കപ്പെട്ടു. ഫി ദാരിൽ ഉലൂം ലി നദ്വത്തുൽ ഉലമ, നേരത്തെ പറഞ്ഞ നദ്വത്തുൽ ഉലമയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ദാറുൽ ഉലൂം, അവിടെ അധ്യാപകനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. എപ്പോൾ? സനത്ത് 1934 മീലാദിയ, 1934. ലഹു ഇദ്ദത്തു മുഅല്ലഫാത്തിൻ, അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. ഫി മൗദുആത്തിൻ ഷത്ത, വിവിധ വിഷയങ്ങളിൽ. ഷത്ത മീൻസ് മുഖ്തലിഫ്, വിവിധ. ഫിൽ ഉലൂമിൽ ഇസ്ലാമിയ, ഇസ്ലാമിക് വിജ്ഞാനങ്ങളിൽ. വഫിൽ അദബിൽ ഉർദിയ വൽ അദബിൽ അറബിയ മാൻ, അതേപോലെ ഉറുദു സാഹിത്യത്തിലും അറബി സാഹിത്യത്തിലും. വമിൻ കുതുബിഹി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പെട്ടതാണ് സിൽസിലത്തു ഖിസസുൻ നബിയീൻ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഒരു ഖിസസുൻ നബിയീൻ എന്ന പേരിലുള്ള ഒരു സീരീസ്, പുസ്തക സീരീസ്. ലിൽ അത്ഫാലി, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത്. വസിൽസിലത്തുൻ ഉഖ്റാലിൽ അത്ഫാലി ബിസ്മി അൽ ഖിറാഅത്തുർ റാഷിദ, അൽ ഖിറാഅത്തുർ റാഷിദ എന്ന പേരിൽ കുട്ടികൾക്ക് തന്നെ വേണ്ടിയുള്ള മറ്റൊരു പുസ്തക പരമ്പര.
വമിൻ അഹമ്മി കുതുബിഹി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽപ്പെട്ടതാണ് മാതാ ഹസിറൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പതനത്താൽ ലോകത്തിന് എന്ത് നഷ്ടമാണ് സംഭവിച്ചത് എന്ന ലോകപ്രശസ്തമായ പുസ്തകം. വ ബൈന ദീനി വൽ മദീന എന്ന പുസ്തകം. വ റിജാലിൽ ഫിക്രി വ ദഅവത്ത് ഫിൽ ഇസ്ലാം വ നുബുവത്ത് വൽ അംബിയാ ഫി ലൗഇൽ ഖുർആൻ വൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് വ സീറത്തുൻ നബവിയ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഹാസ അബുൽ ഹസൻ അന്നദ്വി അല ജായിസത്തിൽ മലിക് ഫൈസൽ അൽ ആലമിയ, ഇന്റർനാഷണൽ മലിക് ഫൈസൽ, കിങ് ഫൈസൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലിഖിദമത്തുൽ ഇസ്ലാം, എന്തിനു വേണ്ടിയാണ് ആ അവാർഡ് ലഭിച്ചത്? ഇസ്ലാമിന് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട്. 1980 ആ അവാർഡ് കിട്ടിയത്. വ മുനിഹ ദക്തൂറ അൽ ഫഖ്രിയ, ഓണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു. ഫിൽ ആദാബി, സാഹിത്യത്തിൽ. മിൻ ജാമിഅത്തി കാശ്മീർ, 1981 കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യത്തിൽ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു. ഇന്തഖല ജിവാരി റബ്ബിഹി, അദ്ദേഹം മരണപ്പെട്ടു, തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോയി. സനത്ത 99. ഓക്കെ, ഇനി ഇവിടെ ഹുറൂഫുൽ ജർ ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്റൻസുകൾ പൂരിപ്പിക്കണം. മാ ഹദറ ഹുസൈനുൻ ഫിൽ മദ്രസ, ഹുസൈൻ സ്കൂളിൽ ഹാജരായില്ല. സഅല ഹാമിദുൻ അഹാഹു അലിയൻ അനി സബബി, ഹാമിദ് അവന്റെ സഹോദരനായ അലിയോട് കാരണത്തെക്കുറിച്ച് ചോദിച്ചു. കുറിച്ച്. ദഹബ ഹാമിദുൻ ഇലാ ബൈത്തി ഹുസൈൻ, ഹാമിദ് ഹുസൈന്റെ വീട്ടിലേക്ക് പോയി. ദന ഹാമിദുൻ മിൻ സദീഖിഹി ഹുസൈൻ, ഹാമിദുൻ കൂട്ടുകാരനായ ഹുസൈന്റെ അടുക്കലേക്ക് പോയി. ദന എന്ന് പറഞ്ഞാൽ അടുത്തു. ദനയുടെ ശേഷം മിൻ ആണ് വരിക. ദന മിൻ സദീഖിഹി, കൂട്ടുകാരനിലേക്ക് അടുത്തു എന്ന് അർത്ഥം പറയാം, അല്ലെങ്കിൽ കൂട്ടുകാരനോട് അടുത്തു. അസമ ഹാമിദുൻ അല അൻ യഊദ സദീഖഹു, ഹാമിദ് തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചു. അസമ വന്നാൽ അലയാണ് വരിക. ഔസ തബീബു അബാഹു ബി അൻ യഹ്മിയ ഹുസൈനൻ, ഡോക്ടർ അവന്റെ പിതാവിനോട് ഹുസൈനെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഔസ പറഞ്ഞാൽ ബി അൻ യഹ്മിയ, സന്ദർശിക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ ബി ആണ് മുമ്പിൽ വരിക. ഹലറ തബീബു വംതഹന സുദ്ര, ഡോക്ടർ വന്നു, നെഞ്ച് പരിശോധിച്ചു. ബി സമാഅത്ത് സ്റ്റെതസ്കോപ്പ് കൊണ്ട്, ബി കൊണ്ട്. ഇംലയിൽ ഫറാബി കലിമാത്ത് മുനാസിബത്ത് മിൻ അന്നസ്, പടവാത്ത് നിന്നും വാക്കുകൾ എടുത്ത് പൂരിപ്പിക്കാം. അസമ ഹാമിദുൻ അല അൻ യഊദ സദീഖഹു ഫിർ റുജൂഇ മിനൽ മദ്രസത്തി ഇന്നഹു അസാബത്തുഹു ഹുമ്മ യൗമൽ ഖമീസ് ഇന്നി ഉരീദു അൻ അഊദ സദീഖി ഹളറ തബീബു ഫജസ്സ യദ ഹുസൈനിൻ ഇന്നൽ ആയിദ ഇദാ അതാലൽ ജുലൂസു ഇൻദൽ മരീദ്. പാഠഭാഗത്തുള്ള വാക്കുകൾ തന്നെ, സെന്റൻസുകൾ തന്നെ. റത്തിബിൽ കലിമാത്തിലാത്തിയ ഹത്താ തക്കൂന ജുമലൻ മുഫീദത്തൻ, കലിമത്തുകൾ ക്രമപ്പെടുത്തണം. യൗമ സബ്തി ഇലാ അൽ മദ്രസത്തി ഹാമിദുൻ ദഹബ ഹാമിദുൻ ഇലൽ മദ്രസത്തി യൗമ സബ്തി. മാ ഹളറ അന്ന സദീഖഹു ഹുസൈനൻ ഫിൽ മദ്രസത്തി, അന്ന സദീഖഹു ഹുസൈനൻ മാ ഹളറ ഫിൽ മദ്രസത്തി. അല ഹാമിദുൻ അസമ അൻ യഊദഹു, അസമ ഹാമിദുൻ അല അൻ യഊദഹു. ഇന്നി സദീഖി അനഊദ ഉരീദു ഹുസൈനൻ, ഇന്നി ഉരീദു അൻ അഊദ സദീഖി ഹുസൈനൻ. വലം ഹാമിദ് ഇല്ലാ യജ്ലിസു ഖലീലൻ, വലം യജ്ലിസ് ഹാമിദുൻ ഇല്ലാ ഖലീലൻ. ഓക്കെ, അൽ ഫഹ്മു അൽ ഇസ്തിആബ്. ഇലാ ഐന ദഹബ ഹാമിദുൻ, ദഹബ ഹാമിദുൻ ഇലൽ മദ്രസത്തി. മതാ ദഹബ ഹാമിദുൻ ഇലൽ മദ്രസ, ദഹബ ഹാമിദുൻ ഇലൽ മദ്രസത്തി യൗമ സബ്തി. മസ്മു അഖി ഹുസൈനിൻ, ഹുസൈൻ്റെ സഹോദരന്റെ പേരെന്താണ്? ഇസ്മു അഖി ഹുസൈനിൻ അലിയുൻ, ഹുസൈൻ്റെ സഹോദരന്റെ പേര് അലിയാണ്. പിന്നെ മാതാ അസാബ ഹുസൈനിൻ, ഹുസൈനിന് എന്താണ് പറ്റിയത്? അസാബത്ത് ഹുസൈനൻ അൽ ഹുമ. മാതാ അസമ ഹാമിദുൻ, ഹാമിദ് എന്താണ് തീരുമാനിച്ചത്? അസമ ഹാമിദുൻ അല അൻ യഊദ സദീഖഹു ഹുസൈനൻ, ഹാമിദ് തന്റെ കൂട്ടുകാരനായ ഹുസൈനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മിമ്മ യഷ്കു ഹുസൈൻ, ഹുസൈൻ എന്തിനാലാണ് പ്രയാസപ്പെടുന്നത്? യഷ്കു ഹുസൈനും മിന സുദാഇ വദ്ദുവാരി, തലകറക്കത്താലും തലവേദനയാലും പ്രയാസപ്പെടുന്നു. ഹൽ ആദ തബീബു ഹുസൈനൻ, ഡോക്ടർ ഹുസൈനെ സന്ദർശിച്ചോ? നഅം ആദ തബീബു ഹുസൈനൻ, അതെ ഡോക്ടർ ഹുസൈനെ സന്ദർശിച്ചു.
മാതാ ഫഅല തബീബുൽ ഹുസൈൻ, ഡോക്ടർ ഹുസൈനു വേണ്ടി എന്താണ് ചെയ്തത്? ജസ ബിയദി ഹുസൈനിൻ വ ഇംതഹന സദ്റഹു ബിസ്സമാഅത്തി, പൾസ് പരിശോധിച്ചു, സദർ സമാഅത്ത് കൊണ്ട് പരിശോധിച്ചു. ബിമ ഔസ തബീബു അബാ ഹുസൈനിൻ, ഡോക്ടർ ഹുസൈൻ്റെ പിതാവിനെ എന്താണ് ഉപദേശിച്ചത്? ഔസ തബീബു അബാ ഹുസൈനിൻ ബി അൻ യഹ്മിയ ഹുസൈനൻ മിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നും, വസൈത്തി, എണ്ണയിൽ നിന്നും സംരക്ഷിക്കണമെന്നും, പിന്നെ വ അൻ യുസ്കിയഹു അൽ ലബന, പാല് കുടിപ്പിക്കണം, വ മാ അൽ ഷഈരി വ അസീർ അൽ ഫവാക്കിഹി, ഇതൊക്കെ കുടിപ്പിക്കണം എന്നും പറഞ്ഞു അല്ലേ. മാതാ ഖാല ഹാമിദുൻ ഇന്ദ റുജൂഇന്റെ സമയത്ത് ഹാമിദ് മടങ്ങുമ്പോൾ ഹാമിദ് എന്താണ് പറഞ്ഞത്? ഖാല ഹാമിദുൻ ഇദാ അത്താല ജുലൂസുൽ ആഇദി ഇന്ദൽ മരീലി യശുഖു അൽ മരീല വ അഹ്ലഹു, അതാണ് പറഞ്ഞത് അല്ലേ. ആ സെന്റൻസ് ക്ലിയർ ആക്കി നോക്കി എഴുതുക. ഇസ്താമൽ ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കണം. ഉരീദു അൻ, ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു അൻ എന്നത്. ഉരീദു അൻ അദ്ഹബ ഇലൽ മദ്രസ, ഞാൻ സ്കൂളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അസാബ, ബാധിച്ചു. അസാബത്തിനെ അസുദാവ്, എനിക്ക് തലവേദന ബാധിച്ചു. അസാബനി അസുദാവ് എന്ന് പറഞ്ഞത് എനിക്ക് തലവേദന ബാധിച്ചു. അത്താല, നീണ്ടു. അത്താല ലഅബു ഇലൽ മസായി, കളി വൈകുന്നേരം വരെ നീണ്ടു. ശക, അഷ്കു, ശക എന്ന് പറഞ്ഞാൽ വേവലാതിപ്പെട്ടു അല്ലെങ്കിൽ പ്രയാസപ്പെട്ടു. ശക മുഹമ്മദുൻ മിനൽ അലമിൻ മിൻ അലമിൻ, അല്ലെങ്കിൽ ശക മരീലുൻ മിൻ അലമിൻ ഷദീദിൻ, രോഗി കഠിനമായ വേദനയാൽ വേവലാതിപ്പെട്ടു, പ്രയാസപ്പെട്ടു. യഹ്മി, സംരക്ഷിക്കുന്നു. യഹ്മി അൽ വാലിദു വലദഹു, ഉപ്പ തൻ്റെ കുട്ടിയെ, അല്ലെങ്കിൽ യഹ്മി അൽ വാലിദു ഇബ്നഹു, ഉപ്പ തൻ്റെ മകനെ സംരക്ഷിക്കുന്നു. തർജിമിലൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദഹബ ഹാമിദുൻ ഇലൽ മദ്രസത്തി യൗമ സബ്തി, ഹാമിദ് വെന്റ് ടു ദ സ്കൂൾ ഓൺ സാറ്റർഡേ. ഇന്നി ഉരീദു അൻ അഊദ സ്വദീഖി, ഐ വാണ്ട് ടു വിസിറ്റ് മൈ ഫ്രണ്ട്. ഔസ തബീബു അബാഹു, ദ ഡോക്ടർ advised his father bi an yahmiya Husainan, to protect Hussein. Innahu asabathu al-humma yawm al-khamis, he had a fever on Saturday, അല്ലെങ്കിൽ he came down with a fever on Saturday, ശനിയാഴ്ച അവനെ പനി ബാധിച്ചു. ഹലറ ത്വബീബു, ഡോക്ടർ വന്നു. The doctor came ഫജസ്സ യദ ഹുസൈനിൻ ആൻഡ് ചെക്ക്ഡ് ഹുസൈൻസ് പൾസ്, ഹുസൈൻ്റെ പൾസ് പരിശോധിച്ചു. ആയുധ ബയാനൻ അനിലാത്തിയ, താഴെ പറയുന്നതിനെ കുറിച്ചൊരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കണം. ഖുലാസത്തു ദർസ് ഇയാദത്തുൽ മരീൽ, ഇയാദത്തുൽ മരീൽ എന്ന പാഠത്തിൻ്റെ ഖുലാസ മീൻസ് അതിൻ്റെ ചുരുക്കം തയ്യാറാക്കണം. ചുരുക്കാനൊന്നുമില്ല, എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കഥ മുഴുവനായിട്ട് തന്നെ എഴുതാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. അയാദത്തുൽ മരീലി ഖിസ്സത്തുൻ ലി അബിൽ ഹുസൈൻ അലി അന്നദവി, ഇത് അബുൽ ഹുസൈൻ അലി അന്നദവിയുടെ ഒരു കഥയാണ്. ഖുലാസത്തുൽ ഖിസ്സ, കഥയുടെ ചുരുക്കം. ദഹബ ഹാമിദുൻ ഇലൽ മദ്രസ, ഹാമിദ് സ്കൂളിലേക്ക് പോയി. ഫലം യജിദ് സ്വദീഖഹു ഹുസൈനൻ, ഹുസൈനെ കണ്ടില്ല. അലിമ ഹാമിദുൻ അന്ന ഹുസൈനൻ മരീലുൻ ബിൽ ഹമ്മ, ഹുസൈൻ രോഗം ബാധിച്ച് കിടക്കുകയാണ് മുൻദ് യൗമിൽ ഖമീസ്, വ്യാഴാഴ്ച മുതൽ എന്ന് ഹാമിദ് അറിഞ്ഞു. കററ ഹാമിദുൻ അൻ യസൂറ സ്വദീഖഹു ഫി ബൈതിഹി, അവനെ പോയി കാണാൻ തീരുമാനിച്ചു. ഇന്ദമാ വസല, അവിടെ എത്തിയപ്പോൾ വജദ ഹുസൈനൻ മുൽത്തജിഅൻ വ തൈബൻ ജിദ്ദൻ, ഹുസൈനെ ക്ഷീണിതനായി കിടക്കുന്നത് കണ്ടു. ഫസല്ലം അലൈഹി വദഅ ലഹു ബിശിഫായ്, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ബഅദ ഖലീലിൻ, അല്പം കഴിഞ്ഞപ്പോൾ ജാഅ തബീബു വഫഹസ ഹുസൈനൻ, ഡോക്ടർ വന്ന് ഹുസൈനെ പരിശോധിച്ചു. സുമ്മ തംഅനഹും അന്നഹു സയതഹസ്സനു ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ രോഗം സുഖപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. നസഹ തബീബ് വാലിദ ഹുസൈനിൻ, ഹുസൈനെ പിതാവിനോട് ഡോക്ടർ ഉപദേശിച്ചു. അൻ യഹ്തമ ബി അക്ലിഹി, അവൻ്റെ ഭക്ഷണവും വറാഹത്തിഹി, അവൻ്റെ വിശ്രമവും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി. വ അൻ യശ്റബ ലബന വഅസീർ അൽ ഫവാക്കിഹി, ജ്യൂസും പാലും ഒക്കെ കുടിക്കാൻ വേണ്ടിയും. ഫിന്നിഹായത്തി, അവസാനം ഇസ്തഗ്ദന ഹാമിദുൻ ലിർറഹീലി, ഹാമിദ് പോകാൻ അനുവാദം തേടി. ലിഅന്നഹു യഅരിഫു അന്നൽ മരീദ യഹ്താജു ഇല റാഹ, കാരണം രോഗിക്ക് വിശ്രമമാണ് ആവശ്യമെന്ന് അവൻ അറിയാം. വഅദഹു അൻ യസൂറഹു മറത്തൻ ഉഖ്റ, വീണ്ടും അവനെ
കാണും, സന്ദർശിക്കുമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ എഴുതാം. പിന്നെ അബുൽ ഹസൻ അലി നദ്വി ഹയാത്തുഹു വ അമാലുഹുൽ അദ്വിയ, അദ്ദേഹത്തെക്കുറിച്ച് അത് മേലെ പറഞ്ഞു. ലാഹിൽ അൽ കലിമാത്തിലെത്തി തഹതഹ ഖത്തുൻ മിനൽ ജുമലില്ലാത്തിയ, താഴെയുള്ള വാചകങ്ങളിൽ നിന്നും അടിവരയിട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഹുറൂഫുൽ ജറാണ്. മിൻ, അല, ഫി, ഇല, അൻ. ഈ വാക്കുകളൊക്കെ ഹർഫുകളാണ്. എന്തിൻ്റെ ഹർഫുകളാണ്? ജറിൻ്റെ ഹർഫുകളാണ്. ഇതെവിടെയാണ് വരിക? ഇസ്മുകൾക്ക് മുമ്പിലായിട്ടാണ് ഹുറൂഫുൽ ജറ് വരിക. ഇസ്മിന് ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ മുമ്പിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ജറിൻ്റെ ഹർഫ് വന്നാൽ ആ ഇസ്മിൻ്റെ ഇറാബ് ജറാകും. ഒരു ഇസ്മിൻ്റെ ഇറാബ് ജറായാൽ എന്ത് ചെയ്യണം? ആ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകണം. ഇനി ഇവിടെ നോക്കാം. റജ അൽ വലതു മിനൽ മൽഅബി, കുട്ടി കളിസ്ഥലത്ത് നിന്നും മടങ്ങി. മിൻ, ഫ്രം. മൽഅബിന്റെ മുമ്പിലാണ് മിന്ന് വന്നത്, അതുകൊണ്ട് മൽഅബിന്റെ ഇറാബ് ജറായി, മിന്ന് വന്നതുകൊണ്ട്. ഇറാബ് ജറായതുകൊണ്ട് എന്ത് ചെയ്തു? മൽഅബിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകി. താഴെയുള്ള എല്ലാത്തിലും അതേപോലെ കാണാം. യനാമു തിഫ്ലു അല സരീരി, കുട്ടി കട്ടിലിന്റെ മേൽ ഉറങ്ങുന്നു. അല സരീരി, ശരീറിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകിയത് കാണാം. കാരണം ശരീറിന്റെ ഇറാബ് ജറാണ്. ഇറാബ് ജറാകാൻ കാരണം മുമ്പിൽ അല വന്നതുകൊണ്ട്. ഇനി യഈഷു സമക്ക് ഫിൽമായി, സമക്ക് വെള്ളത്തിൽ ജീവിക്കുന്നു. വസലൽ മരീലു ഇല ഇയാദത്തിൽ ത്വബീബി, രോഗി ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തി. ഇയാദത്ത് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക്. തഹദ്ദസ അൽ ഉസ്താദു അനിൽ ഇംതിഹാനി, അധ്യാപകൻ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി ആയുധ ഹിവാറൻ ജറ ബൈനക വ ബൈന സദീഖിക ഫി റിഹ്ല, നിനക്കും നിന്റെ കൂട്ടുകാരനും ഇടയിൽ നടന്ന ഒരു സംഭാഷണം. യാത്രക്കിടയിൽ കൂട്ടുകാരനും നീയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം എഴുതണം. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അന അസ്സലാമു അലൈക്കും യാ സദീഖി, സദീഖ് വലൈക്കും അസ്സലാം, കൈഫ ഹാലുക അൽയൗം, എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന്? അന സഈദുൻ ജിദ്ദൻ ബിഹാദിഹി റിഹ്ല, ഈ യാത്രയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. സദീഖ് വാനായിലൻ, മീ ടു. അൽ ജവ്വു ജമീലുൻ വശംസു മുശ്രിഖത്തുൻ, ഇവിടെ അന്തരീക്ഷം വളരെ നല്ലതാണ്, സൂര്യൻ ഉദിച്ചു കാണുന്നുണ്ട്. ഉൻദുർ ഇലൽ അസ്ജാരി വൽ അസ്ഹാരി, ആ പൂക്കളും മരങ്ങളും ഒക്കെ നോക്കും. മൻദറുഹാ റായിഉൻ, വളരെ ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ്. സദീഖ് നഅം അത്ബിയതു ജമീലത്തുൻ ജിദ്ദൻ ഹുന, ഇവിടെ പ്രകൃതി വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. മതാ സനസ്ലു ഇല ഷാത്തുൽ ബഹർ, നമ്മൾ എപ്പോൾ കടൽ തീരത്തെത്തും? ബഅദ സഅത്തിൻ തഖരീബൻ, ഒരു മണിക്കൂറിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഹൽ മഅക ബഅദു തഅം, ഭക്ഷണം വല്ലതും കയ്യിലുണ്ടോ? വൽമാ, വെള്ളം. നഅം മൈ ഫവാക്കിഹു വ ഖുബുസുൻ വ അസീറുൻ, ജ്യൂസും റൊട്ടിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഹൽ തുരീദു ഷൈൻ, നിനക്ക് എന്തെങ്കിലും വേണോ? ശുക്രൻ, താങ്ക് യു. ലക്ക, ശുക്രൻ ലക്ക. സനഅകുലു മഅൻ ഇൻദമാ നസ്ലു ഇല ഷാത്തുൽ ബഹർ, നമ്മൾ ബീച്ചിലെത്തിയാൽ അവിടുന്ന് ഒരുമിച്ച് കഴിക്കാം. സുദീഖ് ഫിക്ര മുംതാസ, ഓക്കെ, ഗുഡ് ഐഡിയ. സനഖ്ലി വക്തൻ മുംതിയാൻ, നമുക്ക് അവിടെ അടിപൊളിയാക്കാം. അങ്ങനെ ഒരു സംഭാഷണം എഴുതാം. ഓക്കെ.